പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന സകല നന്മകളും തിന്മകളും കഫംപുടയിലേക്ക് ഖബറിൽ നിന്നുകൊണ്ട് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് പരിപൂർണമായി രേഖപ്പെടുത്തുമ്പോ അതെല്ലാം കൂടി ചുരുട്ടിയിട്ട് നിനക്കതാ മലക്കുകൾ നിന്നെ തോളിലേക്ക് മഹ്ശറിലേക്ക് വരുമ്പോൾ വെച്ച് തരുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഈ ദുനിയാവിൽ ചെയ്തതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം തിന്മകളുണ്ടോ അത് മുഴുവനും രേഖപ്പെടുത്തിയ കഫം പുടവ നിന്റെ തലയിലേക്ക് നിന്റെ പെരടിയിലേക്ക് അല്ലാഹു വെച്ച് നൽകുകയാണ്. നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തിലേക്ക് നീ പോകുമ്പോ നിനക്ക് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഖബറിലേക്ക് നിന്നെ എടുത്തു വെച്ചതാകുന്ന സമയത്ത് നിന്നെ ധരിപ്പിച്ചതാകുന്ന വസ്ത്രമില്ല മഹ്ശറയിലേക്ക് പോകുമ്പോ അത് മുഴുവനും കഫം പുടവ മുഴുവനും നീ എഴുതിയതാകുന്ന നന്മ തിന്മകൾ മുഴുവനും ചുരുട്ടിയിട്ട് നിന്റെ പെരടിയിൽ വെച്ച് തരുകയാണ്. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യഹ്ശുറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ. ഈ ദുനിയാവിൽ അമ്പര ചുംബികളായ മണിമേട കുലച്ച് ഉല്ലസിക്കുന്നവരെ, മാളിക സൗധങ്ങൾ തീർത്തുകൊണ്ട് ജീവിതം നയിക്കുന്നവരെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതാകുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, അറിയണേ, പഠിക്കണേ, ഖബറിന്റെ ജീവിതം ഭയാനകമാണ്. 3 തുണി കഫംപുടയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്ന് കുടുംബാദികൾ അടക്കിയാലും നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോ അത് മുഴുവനും നീ എഴുതിയതാകുന്ന നന്മ തിന്മകളാണ്. നിന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയ തലം മുതൽ നീ ചെയ്തു വെച്ചതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം തിന്മകളുണ്ടോ അത് മുഴുവനും കഫംപുടയിലേക്ക് രേഖപ്പെടുത്തുകയാണ്. അത് മുഴുവനും പെരടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അതുമായിട്ട് മഹ്ശറയിലേക്ക് കയറി ചെല്ലുകയാണ്. അതാണ് നാളെ നിനക്ക് നൽകപ്പെടുന്നതായ ഏടാക്കി അല്ലാഹു മാറ്റുന്നത്. ഈ ദുനിയാവിൽ നമസ്കാരം ചിട്ട വെച്ചവനാണോ, നോമ്പുകൾ നോറ്റി വീട്ടിയവനാണോ, സകാത്തുകൾ കൊടുത്തു വീട്ടിയവനാണോ, പാപങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ, നിരാലംബര കവലംബമായവനാണോ, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവനാണോ, സാധുക്കളെ സഹായിച്ചവനാണോ, വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചവനാണോ, യതീമക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് അവരുടെ സങ്കടങ്ങൾ പരിപൂർണമായി ഏറ്റെടുത്തതായ സഹോദരനാണോ, ഹാഫിളീങ്ങളാകുന്ന മക്കളെ ആദരിച്ചവനാണോ, ദീനിനെ സഹായിച്ചവനാണോ, ഔലിയാക്കൾ ആദരിച്ചവരാണോ, അമ്പിയാക്കൾ ആദരിച്ചവരാണോ, ദീനനുസരിച്ചു കൊണ്ടുള്ള ചിട്ടയായ ജീവിതം ഈ ദുന്യവിയായ കാലഘട്ട ജീവിതത്തിൽ നടത്തിയവനാണോ, അവന് വലത് കൈയിലേക്ക് അല്ലാഹു എടിനെ നൽകുകയാണ്. അതല്ല ഈ ദുനിയാവിൽ നീചവൃത്തികൾ ചെയ്തുകൊണ്ട്, കല്ല് കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, MDMA LSD അടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവനാണോ, അവന്റെ ഇടത് കൈയിലേക്ക് അല്ലാഹു എടിനെ കൊടുക്കുകയാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന ഒരു നന്മയോ ഒരു തിന്മയോ വിട്ടുപോകാത്ത നിലയ്ക്ക് അല്ലാഹു ആ ഏടിൽ ക്ലിപ്തമാക്കി വച്ചിരിക്കുകയാണ്. അതാണ് നിന്റെ കയ്യിലേക്ക് നൽകുന്നത്. എന്നിട്ട് മലക്കുകൾ മുഖേന അല്ലാഹു പറയുകയാണ്, ഇഖ്റാ കിതാബക ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ദുനിയാവിൽ മോശപ്പെട്ട ജീവിതം നയിച്ച മനുഷ്യ, മോശപ്പെട്ട പ്രവണതയുമായി നടന്നതായ സഹോദരി, നിന്റെ ഏടിതായിടത് കയ്യിലേക്ക് നൽകിയേട് ഒന്ന് വായിച്ചു നോക്കണേ, വായിച്ചു നോക്കണേ. ഏറ്റവും വലിയ ഹിസാബാണ്, ഹിസാബാണ്. ഈ ദുനിയാവിൽ നീ ചെയ്തു കൂട്ടിയതാകുന്ന തിന്മകൾ, നിസ്സാരമായി കണ്ടതാകുന്ന തിന്മകൾ ആഖിറത്തിൽ വലിയ ഭാരമായിട്ട് നിനക്ക് തോന്നുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുന്നതായ രംഗമാണ്. അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ വളരെ ശ്രേഷ്ഠമായ സൂറത്താണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഹദീസിലുണ്ട്, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാഇ. എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ഫാത്തിഹ സൂറത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തഫ്സീർ ബൈലാവിയുടെ എന്ത് രോഗമുണ്ടെങ്കിലും ഫാത്തിഹ സൂറത്ത് ഓതിയാൽ അതിന് ശമനമുണ്ട്. ആരാണ് പഠിപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായത് ഓതിയത് ആയത്തുൽ കുർസിയ, അഅ്ലമു ആയത്തുൽ ഖുർആൻ. ഖുർആനിന്റെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയ. ആയത്തുൽ കുർസി ഓതിയാൽ ഉറപ്പായി പിശാചിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രയോ മക്കൾ, കുടുംബാദികൾ പലരും നമ്മൾ കാണുന്നുണ്ടല്ലോ, പല മക്കാമുകളുടെയും പരിസരത്ത്, ഏർവാടിയും പരിസരങ്ങളിലും ഒക്കെ പൈശാചികത ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ളതാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മയും സമൂഹത്തെയും സമുദായത്തെയും എല്ലാവരെയും അള്ളാഹു കാക്കുമാറാവട്ടെ. വലിയ ബുദ്ധിമുട്ടാണ്. സമ്പത്തൊക്കെ എത്രയോ ചെലവഴിച്ചിട്ടാണ് പലരും അത്തരത്തിലുള്ള ചികിത്സകൾ നടത്തുന്നത്. പൈശാചിക ബാധ അതുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള പൈശാചികമാകുന്ന ബാധകൾ പരിപൂർണമായി ഒഴിവാകാൻ ആയത്തുൽ കുർസി ഉപകരിക്കും. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് കടക്കൂല, ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ, പിശാച് ആ വീട്ടിൽ പ്രവേശിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് വിശദീകരിച്ചിട്ട് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. കാരണം സൂറത്തുൽ ബഖറയിൽ ഏത് ആയത്തുണ്ട്? ആയത്തുൽ കുർസിയുണ്ട്. ആയത്തുൽ കുർസിയുടെ എഫക്റ്റ് ആണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം എന്നുള്ള വാക്ക് ഇസ്മുൽ ആദമിൽ പെട്ടതാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ത്വായിഫിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ദുആഇന് ഇജാബത്ത് ഉറപ്പാണെന്നർത്ഥം. അത് ഓതിയിട്ടാണ് മന്ത്രിച്ചത് ആയത്തുൽ കുർസി. മൂന്നാമത് ഓതിയത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒരു വട്ടം ഓതിയാൽ തന്നെ തഅദുലു സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. 3 വട്ടം ഓതിയാൽ ഖുർആൻ ഖത്മ് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കരിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ആയിഷ എല്ലാ ദിവസവും മുടങ്ങാതെ ഖുർആൻ ഖത്മ് തീർത്തിട്ട് വേണം ഇന്നു മുതൽ നീ ഉറങ്ങാൻ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നാണ്, എങ്ങനെ സാധിക്കും നബിയെ? എല്ലാ ദിവസവും ഖത്മ് തീർക്ക പ്രയാസമല്ലേ? നബി തങ്ങൾ പറഞ്ഞു, സാധിക്കും. എല്ലാ ദിവസവും ഇശായിന് ശേഷം എന്ത് ഓതണം? 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരണം വരെയും ശ്രദ്ധ തിരുത്തിയിരുന്നതായി ചരിത്രങ്ങളിൽ കാണാം. 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ്. നമ്മളിപ്പോൾ ഓതിയത് ഇശാ കഴിഞ്ഞാണ്, ശഅബാൻ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. രാത്രിയിൽ ഇശായിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഓതുന്നതിൽ ഖൈറുണ്ട്. മാത്രമല്ല അത് ഓതി മന്ത്രിച്ചതിൽ ഖൈറുണ്ട്. കാരണം ഖുർആൻ മുഴുവനും ഖത്മ് തീർത്തതിന്റെ പ്രതിഫലമാണ്. പിന്നീട് നമ്മൾ ഓതിയത് സൂറത്തുൽ മുഅവ്വിദത്തൈനിയാണ്, സൂറത്തുൽ ഫലഖ്, നാസ്. ഈ 2 സൂറത്ത് ഇറങ്ങാൻ തന്നെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസം വന്നപ്പോഴാണ്. നബി തങ്ങൾ ഓരോ ആയത്ത് ഓതുമ്പോൾ ആ പ്രയാസം അങ്ങ് നീങ്ങിപ്പോയിരുന്നു എന്ന് ഹദീസിൽ സുവ്യക്തമാണ്. വിശാലമായ ചരിത്രം, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും വയ്യാതായാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, വീട്ടിലേക്ക് വന്നിട്ട് ആ കുട്ടികൾക്ക് ഈ 2 സൂറത്ത് ഓതി മന്ത്രിക്കും. ഏതൊക്കെ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 2 സൂറത്തും ഓതി കുട്ടികളെ മന്ത്രിക്കും. ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ചോതും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തായ ഘട്ടം, നബി തങ്ങൾ വഫാത്താകുന്ന സുഖമില്ലാതെ കിടക്കുന്ന ആ ഘട്ടം, സക്രാത്തിന്റെ ഹാല് വന്നപ്പോൾ നബി തങ്ങൾക്ക് ഞാൻ ഈ 2 സൂറത്ത് മന്ത്രിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചിട്ട് ആ കയ്യിൽ ഊതിക്കൊടുത്തു. എന്നിട്ട് നബിയുടെ കൈ കൊണ്ട് നബിയുടെ ശരീരമാസകലം ഞാൻ തടവി എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഞാൻ ഊതി, നബി തങ്ങളുടെ കയ്യിൽ ഊതി, നബിയുടെ കൈ കൊണ്ട് തന്നെ തടവി. എന്താ കാരണം? എന്റെ കൈയേക്കാൾ ബറക്കത്തുള്ള കൈയാണല്ലോ ആരുടേത്? അഷ്റഫുൽ നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ ഊതി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് തടവി. എന്ന് പറഞ്ഞാൽ മരണാസനായി കിടക്കുന്ന വ്യക്തിക്ക് പോലും ആശ്വാസം കിട്ടാൻ ഉതകുന്നതാണ് ഏത് 2 സൂറത്ത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാസ്. ഇത്രയും സൂറത്തുകൾ ഓതി ദിബ് സ്വലാത്ത് കൂടി ഓതിയിട്ടാണ് അൽഹംദുലില്ലാഹ് മന്ത്രിച്ചത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കണം, ഖബർ നിസാരമല്ല. ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്. റൗമാൻ എന്ന മലക്കാണ് അലൈഹിസ്സലാം. അദ്ദേഹം വന്നിട്ട് നമ്മളോട് പറയും, എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തണം. കയ്യിൽ പേനയില്ല, മഷിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഫം പുടവ അള്ളാഹു കടലാസാക്കി തരാൻ, അതിലേക്ക് എഴുതാണ് മൊത്തവും. ഹദീസാണ്, പറഞ്ഞതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.
അടുത്ത ഒരു ജീവിത ഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. ഒരുപാട് കാലം ജീവിച്ചു, അതുകൊണ്ടൊന്നും കാര്യമില്ല. 30, 40, 50 വയസ്സൊക്കെ ഞാൻ ജീവിച്ചു ഉസ്താദേ. ജീവിക്കുന്ന കാലമത്രയും എന്തെങ്കിലും സുകൃതങ്ങൾ ചെയ്തോ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വഖത്ത് പോലും ജമാഅത്ത് മുടക്കാതെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സുഹൃതങ്ങൾ അനുഷ്ഠിക്കാനും നന്മകൾ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ പടച്ചത്. ഇവിടെ നമ്മൾ കളിച്ചും രസിച്ചും തമാശിച്ചും ഇരുന്നാൽ ആഖിറം നഷ്ടമായി പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വ്യക്തി ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഏറ്റവും നല്ല വ്യക്തി ആരാണ്? നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നബി തങ്ങൾ കൊടുത്ത മറുപടി ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم, നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ത്വാല ഉമറുഹു വഹസന അമലുഹു. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചോ, ഒരുപാട് കാലം ജീവിക്കുകയും അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്ത് എടുക്കുകയും ചെയ്തതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, ജനങ്ങളിലെ ഏറ്റവും ഉത്തമർ അവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ഒരുപാട് കാലം ജീവിക്കുകയും ആ ജീവിച്ച കാലമത്രയും നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ അവർ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടി, മാത്രമല്ല ആ ജീവിച്ച കാലം അത്രയും ഇബാദത്ത് എടുക്കാനും അവസരം കിട്ടി. നിസ്കാരം കറക്റ്റാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, വാപ്പ വല്യുപ്പ വല്യുമ്മ അവരൊക്കെ നിസ്കാരം ഒന്നുപോലും മുടക്കിയിട്ടില്ല ഉസ്താദേ, ഖുർആൻ എപ്പോഴും ഓതും. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ വെറുതെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാണ്, കന്നുകാലികളുടെ ജീവിതം പോലെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വെറുതെ 40, 50, 60 വയസ്സുവരെ ഇങ്ങനെ ജീവിച്ചു എന്നല്ലാതെ നിസ്കാരങ്ങൾ ചിട്ടയില്ല. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് അല്ല, നോമ്പ് പിടിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് അല്ല, സക്കാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ശരിയായ വിധത്തിലല്ല, ഹജ്ജും ഉംറയൊക്കെ ചെയ്യുന്നുണ്ട് ആർക്കോ വേണ്ടി ചെയ്യാൻ, ലോകമാന്യതയ്ക്ക് വേണ്ടി ആയിപ്പോയി. അപ്പൊ ഒന്നും അതിന്റെ കറക്റ്റായ വിധത്തിലാവുന്നില്ല എന്നർത്ഥം. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല കാര്യം, മറിച്ച് ജീവിക്കുന്ന കാലം അത്രയും നല്ല സുഹൃതം ചെയ്ത് ജീവിക്കലാണ് ഖൈർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഏറ്റവും ഉത്തമനാരാണ്? കുറേ കാലം ജീവിച്ചു, ആ ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്തു അവനാ. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, മൻ ശർറുൻ നാസി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാരാണ് റസൂലേ, ഏറ്റവും നീചനായ വ്യക്തി ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, ഒരുപാട് കാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതായ ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരിയുണ്ടോ, ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവർ അവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, കാലം ജീവിച്ചിട്ടുണ്ട് പക്ഷേ ജീവിച്ച കാലം അത്രയും നിസ്കാരം ചിട്ടയില്ല, നോമ്പുകൾ കൃത്യതയില്ല, സകാത്തുകൾ കറക്റ്റ് അല്ല, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ അവനാണ് അവളാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് കാലം ജീവിച്ചു പക്ഷെ ജീവിതത്തിലെല്ലാം തിന്മയാണ്, നന്മയൊന്നുമില്ല, അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. ഒരുപാട് കാലം ജീവിച്ചു, ജീവിച്ച കാലം അത്രയും നന്മയുണ്ട്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഹബീബ് മുഹമ്മദ് മുസ്തഫ
ഇതിൽ നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടണം. ഒരുപാട് കാലം ജീവിക്കണം, ആ ജീവിച്ച കാലം അത്രയും നന്മ വേണം. അതുകൊണ്ടാണല്ലോ നമ്മൾ സയ്യിദന്മാർക്കും ഉസ്താദുമാർക്കും ഒക്കെ സ്വാഗതം പറയുമ്പോഴും ദുആ ചെയ്തു കൊടുക്കുമ്പോഴും ദുആരക്കും എന്ത്, അല്ലാഹുവേ നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് നസീബാക്കണേ റഹ്മാനെ എന്ന് പറയും. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്തെടുത്തുകൊണ്ട് ദീർഘായുസ്സ് കിട്ടുന്നതിലാണ് കാര്യം. 50 കൊല്ലം 60 കൊല്ലം ജീവിക്കുന്നതിൽ കാര്യമില്ല. ജീവിക്കുന്ന കാലം അത്രയും എന്തെങ്കിലും നന്മ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ഈ ജീവിത കാലഘട്ടത്തിൽ സുഹൃതങ്ങൾ ചെയ്യാതെ പരലോകത്തേക്ക് നീ കടന്നു വരരുതേ. കാരണം ആഖിറത്തിൽ വലിയ ഹിസാബാണ്. ഹിസാബാൻ يغتنم خمسا قبل خمس شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ്, ജീവിതത്തിൽ 5 അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് മുമ്പ് 5 സമയങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവർക്കും എത്തിപ്പെടുന്നതായ 5 അവസ്ഥകളുണ്ട്. ആ 5 അവസ്ഥകൾക്ക് മുമ്പ് നിങ്ങളുടേതാകുന്ന 5 സമയങ്ങളെ ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലാദ്യമായി നബി തങ്ങൾ എണ്ണിയത് പ്രായാധിക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടമാണ്. അള്ളാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഈ സദസ്സിൽ താടി നരച്ചതും തലമുടി നരച്ചതുമായ ധാരാളം ആളുകളുണ്ട്. അവരിന്ന് കൊതിക്കുന്നുണ്ട് ഒന്ന് യുവത്വത്തിലേക്ക് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ. കാരണം നല്ല ആരോഗ്യമുള്ള സമയം കഴിഞ്ഞുപോയി. ഇപ്പൊ വടിയും കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കൈകാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ശരീരത്തിന് സിഹത്ത് കുറഞ്ഞ് നടുവ് വളഞ്ഞ് മുതുക് വളഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. മുമ്പത്തെ പോലെ 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കാൻ വയ്യ. സുന്നത്ത് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിന്ന് നിസ്കരിക്കാൻ വയ്യ. ഇരുന്ന് നിസ്കരിക്കേണ്ട അവസ്ഥ അല്ലേ? പ്രായമുള്ള ആളുകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പോലും ഈ മജ്‌ലിസിൽ വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള സിഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇന്നവർ ആഗ്രഹിക്കാൻ, നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ ആളുകൾ പ്രായാധിക്യം ചെന്നതാകുന്ന ആളുകൾ അവർ വടി കുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും ദീനിയായ മജ്‌ലിസിലേക്ക് വരിക. വാക്കറിലാണെങ്കിലും എങ്ങനെയെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ശ്രമിക്കാൻ. പ്രായം അവരെ തളർത്തിയിട്ടുണ്ട്, പക്ഷെ എങ്ങനെയെങ്കിലും പള്ളിയിലെത്തണം. കാരണം എന്താ? ചെറുപ്പ കാലഘട്ടം നഷ്ടപ്പെട്ടു പോയി. ഇനി കുറഞ്ഞ സമയമുള്ളൂ ഈ ദുനിയാവിൽ. ചിന്ത വരികയാണ്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു. അവരുടെ പ്രായത്തിലുള്ളതോ മറ്റുള്ള ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് അധിക നാളില്ല എന്നുള്ള ചിന്ത മനോമകരത്തിലേക്ക് വന്നപ്പോ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അവർക്ക് വ്യഗ്രതയായി, താല്പര്യം കൂടി. ചെറുപ്പക്കാരോ ഇനി ഒരുപാട് കാലമുണ്ട് എന്നുള്ള ചിന്താധാരയിൽ നമ്മളിങ്ങനെ കളിച്ചും രസിച്ചും ദുനിയാവിൽ അടിച്ചു പൊളിക്കാൻ. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു 5 അവസ്ഥകൾ വരുന്നതിന് മുമ്പ് 5 ഘട്ടങ്ങളെ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ ശബാബക ഖബല ഹറമിക. നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ ഈ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താൻ, സഹോദരിമാരോട് ചെറുപ്പക്കാരികളോട് ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണം. ചുറുചുറുക്കുള്ള കാലഘട്ടം 15 മുതൽ 30 വയസ്സ് വരെയുള്ളതാകുന്ന ഒരു കാലഘട്ടമുണ്ട്. എല്ലാത്തിനും ഓടി നടക്കാൻ പറ്റുന്ന കാലഘട്ടം. നിസ്കരിക്കാൻ അവ്വൽ വക്കത്തിൽ പള്ളിയിൽ വരാൻ പറ്റും. ബാങ്ക് വിളിച്ചാൽ നിനക്ക് വേഗം തന്നെ സഫ് കെട്ടാൻ നിനക്ക് സാധിക്കും. പള്ളിയിലേക്ക് വരുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തൊരു സമയം. എത്ര വേണമെങ്കിലും സുന്നത്ത് നിസ്കരിക്കാം. പള്ളിയിലെത്തി നേരത്തെ തന്നെ 2 റക്അത്ത് വുളു എടുത്തുകൊണ്ട് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം പള്ളിക്കകത്ത് കയറി ആദ്യം തന്നെ നിസ്കരിക്കുന്നു. ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്നു, ബാങ്ക് കൊടുക്കുന്നു. ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ളുഹറിന്റെ ബാങ്ക് കൊടുത്തു. ഈ 2 റക്അത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സുന്നത്ത് നിസ്കരിക്കാം. ഖുർആൻ നിനക്ക് ഓതാമായിരുന്നു. ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് ആയത്തുൽ കുർസി ഓതാം. ബാങ്കിനും ഇഖാമത്തും ഇടയ്ക്ക് ദുആ ചെയ്താൽ ഇജാബത്താണ്. നിനക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളാം. ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് പള്ളിയുടെ അകത്തലെങ്കിൽ തന്നെ സഫായി നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ കാത്തിരുന്നാൽ നിസ്കാരത്തിൽ എന്നതുപോലെ തന്നെയാണ് അവന് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നേട്ടങ്ങളാണ്!
ഇതൊക്കെ നിനക്ക് നേടിയെടുക്കാമായിരുന്നു. പക്ഷേ നിന്റെ ചെറുപ്പത്തിന്റെ രക്തത്തിളപ്പ് കാരണം നീ വെളിയിലിരുന്ന് വർത്തമാനം പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞു. ഏതെങ്കിലും കടയിൽ പോയിരുന്നു, മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു. ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി, പള്ളിയിലേക്ക് വരാൻ നേരത്തെ ഇറങ്ങിയതാ, തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ പോകുന്നതാ, മഗ്രിബ് കഴിഞ്ഞ് വീട്ടിൽ വന്നു ചെറിയൊരു കാപ്പി കുടിച്ചോണ്ട് ഇറങ്ങിയതാ ഇശാ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ. പക്ഷേ ഇശായുടെ തറാവീഹ് നിസ്കാരവും അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന്റെ അവസാനത്തെ തഹിയ്യാത്തിനാണ് ഇവൻ പള്ളിയിലേക്ക് എത്തിയത്. അതുവരെ ഇവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി പന്ത് കളി കണ്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് മറച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ മൊബൈൽ ഫോണിനകത്തുള്ള വാട്സാപ്പിൽ വന്ന വീഡിയോ ചിത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ട് രസാനുഭൂതിയിലിരുന്നു. ടെലഗ്രാമിൽ വന്ന സിനിമ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ആ രാവിനെ നശിപ്പിച്ചു കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവ്വൽ ജമാഅത്ത് ശ്രദ്ധിക്കാതെ പോയി, എത്രയോ സുന്നത്തുകൾ ഗൗനിക്കാതെ പോയി. നല്ല ആരോഗ്യമുള്ള കാലഘട്ടമാണ്, ഒക്കെ നശിപ്പിച്ചു കളയും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ യുവത്വ കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. യഗ്തനിമ ഖംസൻ ഖബ്ല ഖംസിൻ ശബാബക ഖബ്ല ഹറമിക. വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. യുവത്വ കാലഘട്ടത്തിൽ എത്ര നന്മ ചെയ്യാൻ പറ്റും അത്ര ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് വറജുലുൻ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. ചെറുപ്പക്കാരനായ യുവകോമളനാകുന്ന സഹോദര, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനനുസരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അർശിന്റെ തണൽ ഉറപ്പാണ്, ഉറപ്പാണ്. കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളെന്ന നരകത്തെ അള്ളാഹു മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ സർവരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് അത് അർശിന്റെ തണൽ ഒരു ചെറുപ്പക്കാർക്ക് അള്ളാഹു കൊടുക്കുകയാണ്. ഏതാണ് ഈ ചെറുപ്പക്കാരൻ? അവന്റെ യുവത്വ കാലഘട്ടം ദീനിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. വറജുലുൻ ശാബുൻ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി പടപൊരുതിക്കൊണ്ട് നിലകൊണ്ടതായ നമസ്കാരങ്ങൾ ചിട്ടവെക്കുകയും ഇബാദത്തുകളെ കണിശത വെക്കുകയും ദീനിയായ കാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുകയും ചെയ്തതായ ഏതൊരു യുവാവുണ്ടോ യുവതിയുണ്ടോ അവന് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ഉറപ്പാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി.